ഹായ് ഗേൾസ്, അങ്ങനെ വേനലവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുടങ്ങി. ഇങ്ങനെ വീണ്ടും സ്കൂളിലോട്ട് പുത്തൻ അറിവ് നേടാനും പുത്തൻ കൂട്ടുകാരെ കാണാനും നേരത്തെ ഉള്ളതിൽ വ്യത്യസ്തമായ കുറെ നേരത്തെ ആൾക്ക് താല്പര്യത്തോടെ ആൾ വരികയും ചെയ്യും. ഇവിടുത്തെ കുട്ടികളെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള നമ്മുടെ വിജയ ചേച്ചി ഇത് കൊടുക്കുവാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചോളൂ. ഈ ഒരു അതായത് നമ്മുടെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മുടെ ഗവൺമെന്റിൽ നിന്നൊരു എക്സാം എഴുതി അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ്, അതായത് 5, 6, 7 ക്ലാസ് വരെ അവർക്ക് 1000 രൂപ ഇത് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു സ്കോളർഷിപ്പ് പരീക്ഷയിൽ അതായത് നമ്മുടെ ഈ കുട്ടികൾ ഇവിടെ 80ലാണ് മാർക്ക്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് 73ആണ് ദേവനന്ദയ്ക്കാണ്. സെക്കൻഡ് 70ആണ് നമ്മുടെ ഗോപികയ്ക്ക്. നമ്മുടെ വിദ്യാഭ്യാസ പ്രതിവേണന്റെ മകളാണ്. അത് വളരെ നമുക്കൊരു അഭിമാനകരവുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏകയ്ക്ക് 61 മാർക്കാണ് 8ൽ ലഭിച്ചിരിക്കുന്നത്. ദിയേഷിന് 60 മാർക്കാണ് ലഭിച്ചത്. മാർക്കാണ് ഞാൻ പല മാർക്ക് വളരെ കുറവാണ്. 48 മാർക്കാണ് ഇത് ലഭിക്കുവാൻ വേണ്ടത്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് വളരെ നല്ല മാർക്കാണ് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത് നമുക്ക് വളരെ അഭിമാനാർഹമായ കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ ഇവിടെ പ്രയത്നിച്ച ടീച്ചേഴ്സിനും രക്ഷകർത്താക്കൾക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും നമ്മുടെ സ്കൂളിന് ഇനിയും അടുത്ത വർഷം LSS ലഭിക്കുവാൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഇതിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു.
അടുത്തതായിട്ട് ഗോപിക പ്രദീപ്. നമ്മുടെ സുരേന്ദ്രൻ സാറിനെയാണ് ഞാൻ ഈ എഴുതി കൊടുക്കുവാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നത്. അടുത്തതായിട്ട് ഏക നമ്മുടെ PTA പ്രസിഡന്റ് പ്രദീപിനെ ഈ ഒരു ഇത് കൊടുക്കുവാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ദേവാനന്ദ എത്തിയിട്ടില്ല. അവർക്ക് അവിടെ ആ പുത്തൻകാവിലാണ്. അവിടുന്ന് എത്താനായിട്ട് കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് കൊടുക്കാനായിട്ട് ഞാൻ